മക്കളെ ഇന്ന് നമ്മുടെ PYQ സീരീസിലെ രണ്ടാമത്തെ പാർട്ടാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞേ? ഇൻ ദ ഫിഗർ റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ ഈസ് ഡയാമീറ്റർ ഓഫ് ദ സ്മോൾ സർക്കിൾ. അതായത് വലിയ വൃത്തത്തിന്റെ ആരം എന്താണ് നമ്മളോട് പറഞ്ഞേ? ഡയാമീറ്റർ ഓഫ് ദ സ്മോൾ സർക്കിൾ, ചെറിയ വൃത്തത്തിന്റെ വ്യാസമാണ് എന്നാ പറഞ്ഞേ. ഇനി നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചത്? എ ഡോട്ട് ഈസ് പുട്ട് ഇൻ ടു ദ ഫിഗർ വിത്തൗട്ട് എ ലുക്കിംഗ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡോട്ട് ഈസ് ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ. അതായത് നമ്മൾ നോക്കാതെ ഒരു കുത്തിടുകയാണെങ്കിൽ അത് എവിടെ വരാനുള്ള സാധ്യത ചോദിച്ചേ? ഷെയ്ഡഡ് റീജിയൻ, അതായത് ഷെയ്ഡ് ചെയ്ത പാർട്ടിൽ വരാനുള്ള സാധ്യത എത്രയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അതിനു മുമ്പ് നമുക്ക് ഇത് ഏതാ ടോപ്പിക് എന്ന് അറിയാം. ഇത് ഏതാ ടോപ്പിക് മക്കളെ? ജോമെട്രിക്കൽ പ്രോബബിലിറ്റി പറഞ്ഞ ടോപ്പിക് അല്ലേ? അതായത് ജാമിതീയ സാധ്യത പറഞ്ഞ ടോപ്പിക് അല്ലേ? നമുക്ക് ഫിഗേഴ്സ് തന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിക്കാണ്? പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിക്കാണ്, അതായത് സാധ്യത കണ്ടുപിടിക്കാൻ പറഞ്ഞിക്കാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മളിത് നോക്കണം, ഇത് ഒരേപോലെ ആക്കാൻ പറ്റുമോ നോക്കണം. ഒരേപോലെ ആക്കാൻ പറ്റുമോ മക്കളെ? ഇത് എന്തെങ്കിലും കാട്ടിയ 4 വൃത്തം എന്തെങ്കിലും വരച്ചാൽ നമുക്ക് ഇത് ഒരേപോലെ ആക്കാൻ പറ്റുമോ? ഇല്ല. ഈ ഫിഗർ എന്താക്കാൻ പറ്റില്ല, നമുക്ക് ഒരേപോലെ ആക്കാൻ പറ്റില്ല. അടുത്ത് നമ്മൾ എന്താ നോക്കേണ്ടത്? ഒരേപോലെ ആക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ജാമിതീയ സാധ്യത അല്ലെങ്കിൽ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഫേവറബിൾ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചത്? ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ പ്രോബബിലിറ്റി അല്ലേ കാണാൻ പറഞ്ഞു. അപ്പൊ ഫേവറബിൾ ഏരിയ പറഞ്ഞാൽ എന്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം? നമ്മൾ ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ കണ്ടുപിടിക്കണം. ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ പറഞ്ഞാൽ എന്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ലാർജ് സർക്കിൾ കണ്ടുപിടിക്കണം. അതായത് ചെറിയ വൃത്തത്തിന്റെ പരപ്പളവ് ഹരിക്കണം വലിയ വൃത്തത്തിന്റെ പരപ്പളവ്. അപ്പൊ നമുക്ക് സാധ്യത കണ്ടുപിടിക്കണം, അതായത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. റേഡിയസ് 3 സെന്റിമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് 4 സെന്റിമീറ്റർ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. റേഡിയസ് തന്നിട്ടില്ല നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ. അപ്പൊ നമ്മൾ എടുക്കുകയാണ് ടേക്ക് റേഡിയസ് ഓഫ് ദ സ്മോൾ സർക്കിൾ. നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ചെറിയ സർക്കിളിലെ റേഡിയസ് എന്തായിട്ട് എടുക്കുകയാണ്? സ്മോൾ ലെറ്റർ R ആയിട്ട് എടുക്കുകയാണ്. നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ട് തന്നെ അത് കൊടുത്താൽ മതി, പക്ഷെ നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ എന്ത് വരും? അതിന്റെ ഇരട്ടി വരും, അതായത് എന്ത് വരും? 2R എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് റേഡിയസ് ഓഫ് ദ സ്മോൾ സർക്കിൾ നമ്മൾ R ആയിട്ട് എടുത്തു, അതുകൊണ്ട് റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ അറിഞ്ഞ എന്ത് വരും? 2R എന്ന് കിട്ടും. നമുക്ക് ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ കാണണം. അപ്പൊ നമുക്കറിയാം എന്താണ് ഏരിയ കാണാൻ ഇക്വേഷൻ സർക്കിളിന്റെ πr² എന്നല്ലേ. ഇവിടെ റേഡിയസ് നമ്മൾ R ആയിട്ട് തന്നെയല്ലേ എടുത്തിക്കണേ. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് വരും? πr² എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ലാർജ് സർക്കിൾ എന്ത് വരും? നമ്മളിവിടെ റേഡിയസ് 2R എന്നല്ലേ എടുത്തിക്കണേ. അപ്പൊ π × 2R² എന്ന് വരും. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് π × 2R² ആണ്. അപ്പൊ നമുക്ക് അറിയണം 2R² വാല്യൂ എന്താണ്. ഇനി നോക്കേണ്ടത് 2R² വാല്യൂ എന്താണ്. അപ്പൊ നമുക്കറിയണം 2R² എന്ന് പറഞ്ഞാൽ 2ക്കും സ്ക്വയർ കൊടുക്കണം, R നും സ്ക്വയർ കൊടുക്കണം. അപ്പൊ ബേസിക്കലി എന്ത് വരും? π × നമുക്കറിയാം എന്താ 2² നമുക്ക് 4 എന്ന് അറിയാം. R² അറിഞ്ഞ എന്ത് തന്നെയാണ്? R² എന്ന് തന്നെയാണ്. ഈക്വൽ ടു എന്ത് വരും? 4πr² എന്ന് കിട്ടും. അപ്പൊ നമുക്ക് സ്മോൾ സർക്കിളിന്റെ ഏരിയ πr² എന്നും ലാർജ് സർക്കിളിന്റെ ഏരിയ 4πr² എന്നും കിട്ടി. ഇനി നമ്മൾ നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഈക്വൽ ടു എന്ത് വരും? ഏരിയ ഓഫ് സ്മോൾ സർക്കിൾ നമ്മൾ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്? πr² എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ലാർജ് സർക്കിൾ എന്താണ്? 4πr² ആണ്. 4πr². ഇനി മക്കളെ നമുക്കിതിൽ ഏതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുക? നമുക്കിതില് പയ്യും കട്ട് ചെയ്യാം. വേറെ എന്താ പറ്റുക? R² പറ്റൂലേ? R² കട്ട് ചെയ്യാം. ബാക്കി ഇവിടെ എന്തുണ്ടാവും? 1 ഉണ്ടാവും. ഈക്വൽ ടു നമുക്ക് എത്ര ആൻസർ കിട്ടും മക്കളെ? 1/4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണേ? ഇൻ ദ ഫിഗർ O ഈസ് ദ സെന്റർ. ചിത്രത്തിൽ O എന്താണ്? വൃത്തത്തിന്റെ കേന്ദ്രമാണ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കണേ? ആംഗിൾ ACB ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. അതായത് കോൺ ACB എത്ര ഡിഗ്രി തന്നിട്ട്? നമുക്ക് 50 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ എന്താ ചോദിച്ചത് നമ്മളോട്? ആംഗിൾ AOB ഈസ് ഈക്വൽ ടു എത്രയെന്ന് നമ്മളോട് ചോദിച്ചു. അതായത് കോൺ AOB കണ്ടുപിടിക്കണം. കോൺ AOB പറഞ്ഞാൽ നമുക്കറിയാം ഇത് എന്ത് കോണാണ്? കേന്ദ്ര കോണല്ലേ, സെൻട്രൽ ആംഗിൾ അല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ ഈ മേലത്തെ ആംഗിൾ നമുക്ക് 50 തന്ന സെൻട്രൽ ആംഗിൾ എത്ര ആക്കണം മക്കളെ? അതിന്റെ ഡബിൾ ആക്കാരം. അപ്പൊ 50 × 2 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 100 ഡിഗ്രി എന്ന് കിട്ടും. അതായത് നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് കേന്ദ്ര കോണിന്റെ പകുതി ആയിരിക്കും മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അതായത് ഇത് 100 ആണെങ്കിൽ ഇത് എത്ര വരും? 50 ഡിഗ്രി വരും. അല്ലെങ്കിൽ ഇത് 50 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി എന്ന് വരും? 100 ഡിഗ്രി എന്ന് വരും. അടുത്ത എന്താ നമ്മളോട് ചോദിച്ചത്? ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സർക്കം റേഡിയസ് 3.5 സെന്റിമീറ്റർ ആൻഡ് 2 ആംഗിൾസ് 50 ഡിഗ്രി 65 ഡിഗ്രി. അതായത് നമ്മളോട് എന്ത് വരക്കാൻ പറഞ്ഞിരിക്കണു? ഒരു ത്രികോണം വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് സർക്കം റേഡിയസ് തന്നിട്ടുണ്ട്? അതായത് പരിവൃത്ത ആരം നമുക്ക് 3.5 സെന്റിമീറ്റർ തന്ന ഒരു ത്രികോണം വരക്കണം. കോണുകൾ എത്രയൊക്കെ ആവണം? 50 ഡിഗ്രിയും 65 ഡിഗ്രി ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരച്ച് നോക്കിയാലോ. അപ്പൊ നമ്മുടെ കൺസ്ട്രക്ഷൻ വീഡിയോ ആണ്. സർക്കിൾസ് പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരച്ച് നോക്കിയാലോ. അതായത് നമ്മളോട് പറഞ്ഞത് 3.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരക്കാനാണ് ചെയ്യേണ്ടത്. കോമ്പസിൽ 3.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് എന്ത് വരക്കണം? ഒരു സർക്കിൾ വരക്കണം.
ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. കോമ്പസിൽ 3.5 സെന്റിമീറ്റർ എടുത്ത് എന്ത് വരക്കുക മക്കളെ? ഒരു സർക്കിൾ വരക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? 50 ഡിഗ്രിയും 65 ഡിഗ്രി അല്ലേ? ഈ ആംഗിൾസിന്റെ ഡബിൾ എടുക്കുക. അതായത് 50ന്റെ ഡബിൾ പറഞ്ഞാൽ നമുക്ക് എത്ര അറിയാം? 100 ഡിഗ്രി എന്ന് അറിയാം. 65 ഡബിൾ പറഞ്ഞാൽ 130 ഡിഗ്രി എന്നും അറിയാം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 3.5 സെന്റിമീറ്റർ റേഡിയസിൽ എന്ത് വരച്ചു? ഒരു സർക്കിൾ വരച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? തന്ന ആംഗിൾസിന്റെ ഒക്കെ ഡബിൾ എടുക്കുക. 50ന്റെ ഡബിൾ നമ്മൾ 100 ഡിഗ്രി എന്ന് എടുത്തു. 65ന്റെ ഡബിൾ നമ്മൾ 130 ഡിഗ്രി എന്ന് എടുത്തു. ഇനി നമ്മൾ ഇത് മാർക്ക് ചെയ്യുന്നത്, അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു റേഡിയസ് മാർക്ക് ചെയ്യാം. നമുക്കറിയാം റേഡിയസ് എത്ര നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? 3.5 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഒരു 3.5 സെന്റിമീറ്ററിന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു റേഡിയസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ട എന്താണ്? ഈ രണ്ട് ആംഗിൾസും അല്ലേ മാർക്ക് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ഈ 100 ഡിഗ്രിയും 130 ഡിഗ്രിയും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് ആംഗിൾസും മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ട. അതിനുവേണ്ടി നമ്മൾ പ്രൊട്ടാക്ടർ എടുത്തിട്ട് ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് ഫസ്റ്റ് 100 ഡിഗ്രി അല്ലേ? അപ്പൊ ഒരു 100 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ എത്ര ഡിഗ്രി മാർക്ക് ചെയ്തത്? 100 ഡിഗ്രി എന്നല്ലേ? അത് ഇവിടെ ഒന്ന് എഴുതി കൊടുക്കാം. അപ്പൊ നമുക്ക് 100 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അടുത്തത് എത്ര വേണ്ടത്? 130 ഡിഗ്രി എന്നല്ലേ? അപ്പൊ നമ്മൾ പ്രൊട്ടാക്ടറിൽ എത്ര ഡിഗ്രി മാർക്ക് ചെയ്യണം? 130 ഡിഗ്രി മാർക്ക് ചെയ്യണം. 130 ഡിഗ്രി മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഒരിക്കലും ഇവിടുന്ന് മാർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എവിടുന്ന് മാർക്ക് ചെയ്യണം? ഇപ്പൊ പുതിയ ലൈന് വരച്ചില്ലേ? ഈ ലൈനിൽ നിന്ന് വേണം നമ്മൾ ഇനി 130 ഡിഗ്രി വരക്കാൻ. അതായത് ഈ ലൈനിന്റെ സെന്ററിൽ വെക്കുക. എന്നിട്ട് എത്ര ഡിഗ്രി വേണ്ട? നമുക്ക് 130 ഡിഗ്രി അല്ലേ? അപ്പൊ 130 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇനി ഇത് ജോയിൻ ചെയ്യാം. നമ്മളിത് ജോയിൻ ചെയ്തല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? എത്ര ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്ത് അതൊന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇവിടെ എത്ര ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തിരുന്നത്? 130 ഡിഗ്രി എന്നല്ലേ? അപ്പൊ നമ്മൾ ഈ രണ്ട് ആംഗിളും മാർക്ക് ചെയ്തു. 100 ഡിഗ്രി മാർക്ക് ചെയ്തു, 130 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്, ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമുക്ക് സിമ്പിൾ ആയി 4 മാർക്ക് സുഖമായി വാങ്ങാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തല്ലോ. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. ഇതുകൊണ്ട് നമ്മുടെ ആൻസർ തീർന്നില്ല. ഇനി നമ്മൾ ഇതിന്റെ ആംഗിൾസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് 50 ഡിഗ്രിയും 65 ഡിഗ്രി മാർക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്കറിയാം ഇവിടെ 130 ആണ് ഈ ആംഗിൾ. ഇതിന്റെ മേലുള്ള ആംഗിൾ ഇതിന്റെ ഹാഫ് ആയിരിക്കുമല്ലോ. അപ്പൊ 130ന്റെ പകുതി ഇവിടെ എത്ര വരും? നമുക്ക് 65 ഡിഗ്രി എന്ന് വരും. അതേപോലെ നമുക്ക് 50 ഡിഗ്രി മാർക്ക് ചെയ്ത് കൊടുക്കണ്ടേ? 50 ഡിഗ്രി എവിടെ വരിക? ഇത് 100 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ ഇവിടെ എത്ര കിട്ടും? നമുക്ക് 50 ഡിഗ്രി എന്ന് കിട്ടും. ഇത്ര എഴുതി വെച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി മക്കളെ? 4 മാർക്ക് ഈസി ആയി കിട്ടുന്ന ഒരു സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ് ഇത്. ഓക്കെ ആണോ?